ഹലോ, വെൽക്കം ഓൾ. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പം ഇതും ഒരു കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഒരു അറിയിപ്പ് വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും എല്ലാ ഉദ്യോഗാർത്ഥികളും അയച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ അയക്കാത്തവർ ഇന്ന് ലാസ്റ്റ് ഡേക്ക് വേണ്ടി വെച്ചിട്ടിരിക്കുന്നവരുണ്ടായിരിക്കും. ഇന്നായിരുന്നു ലാസ്റ്റ് ഡേ, അതായത് നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലേക്കുള്ള KDBയിലേക്കുള്ള ഒരുപാട് വേക്കൻസികൾ നോട്ടിഫൈ ചെയ്തിരുന്നു. അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കാം ഇവിടെ. അപ്പോൾ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നായിരുന്നു. പക്ഷെ അത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അപേക്ഷിച്ചിട്ടില്ലാത്തവർ, അപേക്ഷിക്കാൻ കാത്തിരിക്കുന്നവർക്ക് അവസരമുണ്ട്. 12/5/2025 തിങ്കളാഴ്ച അർദ്ധരാത്രി 12 മണി വരെ അപേക്ഷിക്കാം. അതിൽ KG ടീച്ചർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അപേക്ഷിക്കാനായിട്ട്. അപ്പം അതിൽ അപേക്ഷിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അപേക്ഷ ഇതുവരെ സമർപ്പിച്ചിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ അയക്കുക. എന്തായാലും അടുത്ത മാസം 12/5 വരെ അപേക്ഷിക്കാനുള്ള സമയം ദീർഘിപ്പിച്ചിരിക്കുന്നു. ഇത് അറിയിക്കുക എന്നുള്ളതായിരുന്നു പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആദ്യമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഈ വീഡിയോ എത്തുകയാണെങ്കിൽ, ഇതുവരെ ആപ്ലിക്കേഷൻ അയക്കാത്തവരുണ്ടെങ്കിൽ ആ കൂട്ടുകാരിലേക്കും നിങ്ങൾ ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ, കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിലൂടെയോ അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പറയാനുള്ളത്, നമ്മുടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന കുറച്ച് എക്സാംസുകളുണ്ട് നമ്മുടെ ടീച്ചർ ലെവൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതിന്റെ കോഴ്സുകൾ, കാര്യങ്ങളെല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഉടനെ തന്നെ കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിങ്കുകൾ, കാര്യങ്ങളെല്ലാം തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ഉപയോഗിച്ച ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യുക. അത് കൂടാതെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CTET-ന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ KVSന്റെ ടീച്ചർ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആ ഫോം ഒന്ന് ഫിലപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ RRB ടീച്ചർ കോഴ്സിന് ഇനിയും ജോയിൻ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക്, കാരണം ജൂണിലാണ് എക്സാം നടക്കുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീഡിയോ വരുന്നുണ്ട്. ജൂണിൽ എക്സാം നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ടൈം ഇനിയും പഠിക്കാൻ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാം ആണ്. നമ്മുടെ സബ്ജക്ട് ബേസ് അല്ലാതെ പഠിക്കുന്ന ഒരു എക്സാമാണ്. അപ്പൊ അതിന് RRB ടീച്ചർ എക്സാമിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സിലേക്ക് ആ കോഴ്സ് ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫീസ് 599 ആയിരുന്നു. നമ്മൾ 50% ഡിസ്കൗണ്ടോട് കൂടി ആ കോഴ്സ് കൊടുത്തിരുന്നു. അപ്പൊ ഇനി അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസ് 999 ആണ് ആ കോഴ്സിന്റെ ഫീ എന്നുണ്ട്. അത് കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ HSAയുടെ തന്നെ ജനറൽ ബാച്ച്, അത് 499 ആണ്. ആ കോഴ്സും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ LPUP ലോങ് ടേം എന്ന് പറയുന്നത്, LPUP ലോങ് ടേം കോഴ്സ് തികച്ചും ഫ്രീ ആയിട്ട് അടുത്ത നോട്ടിഫിക്കേഷൻ വരെ നിങ്ങൾ ഒരു തവണ പഠിപ്പിച്ച് അതിന്റെ എക്സാം നടത്തി റിവിഷൻ എടുത്ത് അടുത്ത നോട്ടിഫിക്കേഷൻ വരെ ആ കോഴ്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ അത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ആ ഫ്രീ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജസ്റ്റ് അഡ്മിഷൻ ഫീസ് 299 മാത്രമേ ഉള്ളൂ LPUP ലോങ് ടൈം. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയുന്നു, KVS ടീച്ചറിനും CTET കോഴ്സിനും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പൊ കേറ്റിന്റെ റിസൾട്ട് വന്നു. അതിൽ 1-2 മാർക്കിനായിരിക്കും കൂടുതൽ പേർക്കും, അല്ലെങ്കിൽ ഒരു 5 മാർക്കിനുള്ളിലായിരിക്കും മിക്കവാർക്കും എല്ലാവർക്കും ആ കോഴ്സ് മീൻസ് ആ എക്സാം ഫെയിൽ ആയിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അത് നമുക്ക് മേക്കപ്പ് ചെയ്യാം നെക്സ്റ്റ് എക്സാമിന്. അപ്പൊ അങ്ങനെ CTET, KTET, KVS ടീച്ചർ ഇതിനൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്നെ സംബന്ധിച്ചോളം KTET കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് മാത്രമാണുള്ളത്. മാത്രമാണുള്ളത്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും CTET-നും KTET-നും KVS-നും ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ഗൂഗിൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഫിലപ്പ് ചെയ്ത് അയക്കുക. അല്ലെങ്കിൽ താഴെ അതിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഒന്നും കൂടി ഞാൻ പറയുന്നു,
എന്ത് ചെയ്യുക, ഡേറ്റ് നീട്ടിയിട്ടുണ്ട് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ. ഓക്കെ, ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ അപ്പൊ ഇത് അറിഞ്ഞിട്ടില്ലാത്തവര്, വിഷമിച്ചിരിക്കുന്നവരൊക്കെ, അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അയച്ചു കൊടുക്കുക. ഇതോടൊപ്പം തന്നെ അനവധി വേക്കൻസികളുമായിട്ട് ഒരുപാട് സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകൾ വരുന്നുണ്ട്. അത് നമ്മളെ ഒരുപാട് വേക്കൻസികൾ, അതിന്റെ എല്ലാം വീഡിയോസ് ഉടനെ അപ്ലോഡ് ആവുന്നതായിരിക്കും. അതായത് നമ്മുടെ IB ഇന്റലിജൻസ് ബ്യൂറോയിലെ ഒരുപാട് പോസ്റ്റുകൾ, അതുപോലെ തന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഒരുപാട് പോസ്റ്റുകൾ. അപ്പൊ അങ്ങനെയുള്ള അനവധി അവസരങ്ങൾ നിങ്ങളെ ഈ വർഷം വീണ്ടും കാത്തിരിക്കുന്നുണ്ട്. 20,000 കണക്കിന് പോസ്റ്റാണ്. അത് +2 മുതൽ PG വരെയുള്ളവർക്കൊക്കെ ഈ പോസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ അതിനുള്ള വീഡിയോകൾ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് സെക്ഷനിലൂടെ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ KVS ടീച്ചിങ്ങിനെ പറ്റി ഒത്തിരി സംശയങ്ങൾ, ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അതുകൂടാതെ അപ്ഡേഷൻസ് ആയിട്ട് പലരും ചെയ്യുന്നുണ്ട്. ഏജ് വൈസിന്റെ കാര്യം, 10 വയസ്സാണോ എക്സ്റ്റൻഷൻ ലേഡീസിനുള്ളത്, അല്ല 5 വർഷമാണോ എക്സ്റ്റൻഷൻ ഉള്ളത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട, 10 വർഷം തന്നെയാണ്. 5 വർഷം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇതുവരെയും എവിടെയും പറഞ്ഞ് കേൾക്കുന്നില്ല. ഓക്കെ, ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഏജ് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ് വരുന്നത് KVS. ഓക്കെ, അപ്പൊ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ RRB ടീച്ചറിന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവരും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ടീച്ചിങ് ലെവൽ ഓഫ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫ്രീ ആൻഡ് പെയ്ഡ് ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലൂടെയും ഗൂഗിൾ മീറ്റിലൂടെയും അതോടൊപ്പം തന്നെ യൂട്യൂബിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസ് ലൈവ് ക്ലാസ് ആണ്. അതിന്റെ എല്ലാ റെക്കോർഡഡ് ആയിട്ടുള്ള വെർഷൻസും ഉണ്ടായിരിക്കും. ഫുൾ ലൈവ് ക്ലാസ് ആണ്. ആ ഫുൾ ലൈവിന്റെയും റെക്കോർഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സാംസും അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് കോഴ്സിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.